കുമ്പാരി നമ്മ വണ്ടിയെല്ലാം ഫോമിലായിട്ടാ നമ്മ അത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണാണ്. വേറെ കഴിഞ്ഞ ദിവസം നീ ഒരു വീഡിയോ കണ്ടില്ലേ ഇത് ഈ വണ്ടിയിൽ, അതായത് ഒരാളിങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ കാണിക്കണ്ടാവും, വണ്ടി അങ്ങോട്ട് വീലായി പോണാണ് മനസ്സിലായി. ആ മോട്ടോ ജി പി സെഗ്മെന്റിലുള്ള ഒരു ബൈക്ക് പോലുണ്ട് ഇത്. എന്താ പൊന്നോ കലിച്ച പശിയാണ് ആ 990 RC നോക്കിയ വെറുതെ കലിച്ച് നിൽക്കണല്ലേ കളറ്. എന്തൊക്കെയുണ്ട് വരെ എന്തൊക്കെയുണ്ട്. അപ്പൊ നമ്മ ഇന്ന് ബെഡ ടീമിന്റെ അടുത്താണ് വന്നേക്കുന്നത്. അതായത് യുഹൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരത്തെ ഒരു ബെഡ ടീമാണ്. ആ ബെഡ ടീം നമുക്ക് എല്ലാ വണ്ടികളും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എല്ലാ വണ്ടികളും നമുക്ക് ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി തന്നേക്കാണ്. 790 ഉണ്ട്, 990 ഉണ്ട്, 3090 ഉണ്ട്, 1290 ഉണ്ട്, 3090 R ഉണ്ട്, ഇവോ ഉണ്ട്. അപ്പൊ ഇഷ്ടംപോലെ പൊട്ടറോ ചീട്ടുന്നമായിട്ട് സാധനങ്ങൾ നമ്മ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട. അപ്പൊ വച്ചു ഇതേപോലത്തെ വണ്ടികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിലായി. അതായത് സാധാരണ എല്ലാ വണ്ടികളും ഓക്കെ, പക്ഷേ KTM എഞ്ചിനീയറിംഗ് എന്നുള്ള കുറച്ച് മാഡ് മെഷീൻസ് ഇറക്കുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാലോ. അതായത് V12 പാലറ്റൂണിലേക്ക് ഇല്ലേ വെറുതെ ചീറിപ്പാകണ മെഷീൻസാണ് ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിച്ചവർക്ക് അറിയാട്ടോ. താങ്ക്സ്. അപ്പോൾ നമ്മ ഇവിടെ ഉള്ള എല്ലാ ബൈക്കുകളും ഈ ബൈക്കുകളെല്ലാം നമ്മ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോണേണ്. അവന് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, അത് പേടിച്ച് മറന്നു പോണേ. എടാ ഇത് എന്താടാ കാണിച്ചത് കോക്പിറ്റാ എന്തൊക്കെയാണ് ഫ്ലൈറ്റാ ഓടിക്കാൻ വേണ്ടി പോണേ. അതായത് ഒരു പാരലൽ ട്വിൻ സിലിണ്ടർ ആണ്. അതായത് നമ്മുടെ ഈ 790 പൊതുവെ അങ്ങനെ പാരലൽ ട്വിൻ സിലിണ്ടേഴ്സ് കൊടുക്കാറില്ല, പക്ഷേ നമ്മുടെ KTM എഞ്ചിനീയറിംഗിൽ കൊടുത്തേക്കുന്നത് പാരലൽ ട്വിൻ ആണ്. 990 ഉൾപ്പെടെ പാരലൽ ട്വിൻ ആണ്. ആകെ നമ്മുടെ 3090 വരുമ്പോഴാണ് V12 വന്നേണ്ട. അപ്പം എന്തോ പ്രാന്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ആണ്. മോട്ടോർ സൈക്കിൾ വയലൻസ് എന്നൊക്കെ പറയുന്ന പോലെയാണ് KTM മെഷീൻസ് ഉണ്ടാക്കി വിടുന്നത് കേട്ടോ. ഈ 2 സിലിണ്ടർ ഇങ്ങനെ ഇരിക്കൊണ്ടിരിക്കണം, അതായത് ഇങ്ങനെ V പോലെ താമര പോലെ ഇരിക്കൊണ്ടിരിക്കും. മറ്റു അപ്പം നമ്മൾ 790 ഇപ്പോൾ ഓടിച്ച് കഴിഞ്ഞോട്ടാ. അപ്പം 3090 കയറണക്കാലം മുന്നേ ഉണ്ടല്ലോ, നമ്മൾ 990 ഒന്ന് കയറണുണ്ട്. കാരണം ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് 3090 ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് പല ആക്സിഡൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളും ഇതുവരെ ഒന്നും ഓടിച്ചിട്ടൊന്നുമില്ലല്ലോ മച്ചോ. അപ്പോൾ അത് കാരണം ഞാൻ ഇതൊന്നും ട്രൈ ചെയ്യാനുണ്ട്. അതായത് 130 HP കുതിരകളുള്ള ഒരു മിസൈലിൻ്റെ കുഞ്ഞാണ്ട് ഇത്. നമുക്കിത് ഓടിച്ചിട്ട് സംസാരിക്കാൻ എന്താ സംഭവിക്കാണ്ടി പോണേന്ന്. അപ്പോൾ കുമ്പാരി ഈ 2 വണ്ടിയിലില്ലേ, അതായത് 3090 R രണ്ടിൽ ഏതോർണം ഇവോയാണ്ട, അത് മനസ്സിലാക്കാനുള്ള ബോധം അല്ലെങ്കിൽ അതിൻ്റെ അത്ര നോളജ് എനിക്കില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അസ്യൂം ചെയ്യണം 2 ഒരെണ്ണം ഇവോ R. അതിൽ ആ ഇവോന് അഡ്ജസ്റ്റബിൾ, അതായത് ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആയിരിക്കും മഞ്ഞേണ്ട. അതാണ് അതിൻ്റെ വ്യത്യാസം. 2 kg മോർ വെയിറ്റ് ഉണ്ടാവും ഇവോന് കേട്ടോ. അച്ചീവ് ചെയ്യാനുണ്ടാ. ഈ അച്ചീവ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയോണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ അവസരമൊക്കെ കിട്ടിയിട്ടാ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്ടാൻ പറ്റും. അപ്പോൾ ഈ വണ്ടികളെല്ലാം നമ്മ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാ. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. എല്ലാ വണ്ടീൻ്റെ ഇംപ്രഷൻസും ഫസ്റ്റ് റൈഡ് റെഡി വീഡിയോ ഒക്കെ ഞാൻ ഉടനെ ഇറക്കണമായിരിക്കോട്ടെ.